വൈദ്യുതി കമ്പിയിൽ കുടുങ്ങിയ പ്രാവിനെ രക്ഷിക്കുന്നതിനിടെ മഹാരാഷ്ട്രയിലെ താനെയിൽ അഗ്നിശമന സേനാംഗം ഷോക്കേറ്റ് മരിച്ചു. 28 വയസ്സുള്ള ഉത്സവ് പാട്ടീലാണ് മരിച്ചത്. വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് ശ്രീനാഥ് ചന്ദ്രൻ. ശ്രീനാഥ, വിവരങ്ങൾ. മഹാരാഷ്ട്രയിലെ താനെയിലാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടാകുന്നത്. വൈകിട്ട് അവിടെ ഒരു റെസിഡൻഷ്യൽ സൊസൈറ്റിയോട് ചേർന്നുള്ള ഇടത്ത് ഇലക്ട്രിക് വയറിൽ പ്രാവ് കുടുങ്ങി എന്നുള്ള സന്ദേശമാണ് ഫയർ ബ്രിഗേഡിന് കിട്ടുന്നത്. അങ്ങനെയാണ് അവർ ഈ സ്ഥലത്തേക്ക് എത്തുന്നതും പ്രാവിനെ അവിടെ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നത്. അതിനിടെ സമീപത്തുണ്ടായിരുന്ന ഒരു ഹൈ ടെൻഷൻ വയറിലേക്ക് അതുമായി ഒരു കോണ്ടാക്ട് വരികയും വലിയ തോതിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തു. 2 പേർക്ക് പരിക്കേറ്റു. ഈ മരിച്ച ഉത്സവ് പാട്ടീലിനും ഒപ്പം തന്നെ ആസാദ് പാട്ടീൽ എന്ന മറ്റൊരു ഫയർ ബ്രിഗേഡിനും ഈ തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഉത്സവ് പട്ടേലിന്റെ മരണം അവിടെ വെച്ച് തന്നെ സംഭവിച്ചു. ആശുപത്രിയിൽ എത്തിക്കാനുള്ള നേരം പോലും കിട്ടിയില്ല. അതേസമയം ഗുരുതരമായ പൊള്ളലേറ്റ നിലയിലാണ് ആസാദ് പട്ടേൽ ഇപ്പോഴുള്ളത്. ഇത്തരം രക്ഷാദൗത്യങ്ങൾ ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലായിരുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ദൃക്സാക്ഷികളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഹൈ ടെൻഷൻ വയറിലൂടെയുള്ള വൈദ്യുതി ബന്ധം അത് പൂർണ്ണമായി നിർത്തേണ്ടതായിരുന്നു. അത്തരം നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ രക്ഷാദൗത്യം നടത്തി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കരാർ അടിസ്ഥാനത്തിൽ ഫയർ ബ്രിഗേഡിൽ ജോലി ചെയ്യുന്നയാളായിരുന്നു ഉത്സവ് പാട്ടീൽ എന്നതാണ് അറിയുന്നത്. ക്രിസ്റ്റീന. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.